കേരളം ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ കേരളത്തിൽ നടപ്പാകേണ്ടത് UDFന്റെ നയങ്ങളും നിലപാടുകളുമാണ്. UDFലെ ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ് ആണ്. രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. മറ്റ് ചെറുകക്ഷികളും ഉണ്ട്, ആരെയും കുറച്ച് കാണുന്നില്ല. UDFന്റെ നയമാണോ കേരളത്തിൽ നടപ്പാക്കുന്നത്? പറയേണ്ടത് ഒന്നാമതായി മുസ്ലിം ലീഗാണ്. കോൺഗ്രസ് ആണ് നയങ്ങൾ നടപ്പാക്കി തുടങ്ങുന്നത്. VD സതീശനാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. RSSന് ദേശീയ തലത്തിൽ തന്നെ ഒരു അജണ്ടയുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലൊതുക്കുക എന്നതാണ്. വരും തലമുറയെ RSSനെ അനുകൂലിക്കുന്നവരാക്കി, അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരാക്കി മാറ്റുക. അതാണ് RSSന്റെ എല്ലാ കാലത്തെയും ലക്ഷ്യം. അതിവിടെ കേരളത്തിൽ മാത്രം ഇന്നലെ വരെ നടന്നിരുന്നില്ല. പക്ഷെ ഇന്നിതാ അത് കേരളത്തിൽ സമ്പൂർണ്ണമാകുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല RSS കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അദ്ദേഹത്തിനാവുന്ന വിധത്തിൽ RSS അജണ്ട നടപ്പാക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. പരമാവധി RSSകാരെയും BJPക്കാരെയും സെനറ്റുകളിലും സിൻഡിക്കേറ്റുകളിലും നോമിനേറ്റ് ചെയ്യുന്നു. വൈസ് ചാൻസലറായി RSSന്റെ നേതാവിനെ കൊണ്ടുവരുന്നു. ഇപ്പോഴിതാ സർക്കാർ അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നത് B. അശോക് IAS. അദ്ദേഹം അറിയപ്പെടുന്ന സംഘപരിവാർ അനുകൂലിയാണ്. 2013 അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. നരേന്ദ്രമോദിയെ അനുകൂലിച്ച് ലേഖനം എഴുതിയത്. ഉമ്മൻചാണ്ടിയാണ് സസ്പെൻഡ് ചെയ്തത് എന്നോർക്കണം. പിന്നീട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത് പിണറായി സർക്കാരാണ്. ആ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുക്കുന്നു VD സതീശൻ സർക്കാർ. അതിനുശേഷം അദ്ദേഹത്തെ നിയമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി. ആരുടെ ആവശ്യപ്രകാരം, ആരുടെ നിർദ്ദേശപ്രകാരം? കേരളത്തിലെ സർവകലാശാലകളെ സംഘീവൽക്കരിക്കാൻ, RSS വൽക്കരിക്കാൻ, കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന നിയമം കൊണ്ടുവന്നിരുന്നു നിയമസഭ. അത് പക്ഷെ നിയമമായില്ല, ഗവർണർ പിടിച്ചുവെച്ചു. അന്ന് ആ നിയമത്തെ എതിർത്ത് നോട്ട് എഴുതിയ കക്ഷിയാണ് B. അശോക് IAS. അദ്ദേഹം അന്ന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ VC ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് അഭിപ്രായം ആരാഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ നിയമത്തെ പൂർണ്ണമായും എതിർത്ത് അദ്ദേഹം നോട്ട് എഴുതിയത്. ഇന്ത്യയൊട്ടാകെ ബീഫ് കൈവശം വെച്ചതിന് ആളുകളെ തല്ലിക്കൊല്ലുന്ന കാലം. കേരളത്തിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. DYFIയും പുരോഗമന സംഘടനകളും നാട്ടിലെങ്ങും ബീഫ് ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചു. അന്ന് അദ്ദേഹം ലേഖനം എഴുതി ബീഫിനെതിരെ, ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്ന സമരത്തിന് എതിരെ. എന്ന് വെച്ചാൽ എല്ലാ കാലത്തും BJPയുടെ RSSന്റെ നയങ്ങൾ, നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ B. അശോക് IAS. അദ്ദേഹത്തെയാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. ആർക്കു വേണ്ടി? BJPക്ക് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി, RSSന് വേണ്ടി, RSSാൽ നയിക്കുന്ന ഗവർണർക്ക് വേണ്ടി. പക്ഷേ നമ്മുടെ മുസ്ലിം ലീഗ് ഒരക്ഷരം മിണ്ടുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ, ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാര്യമാണ് പറഞ്ഞത്, വിദ്യാഭ്യാസ മേഖലയിൽ PM ശ്രീ നടപ്പാക്കാൻ എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രി തന്നെ എന്നോർക്കണം. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അവരുടെ നയങ്ങൾ, നിലപാടുകൾ അധികാരത്തിന് മുന്നിൽ പൂർണ്ണമായും അടിയറ വെച്ച് കഴിഞ്ഞിരിക്കുന്നു, പരിപൂർണമായും. ഇപ്പോൾ മലബാർ പ്രദേശത്ത് വലിയ സമരം നടക്കുകയാണ്, പ്രതിഷേധം നടക്കുകയാണ്. +2 സീറ്റ് താൽക്കാലിക അറേഞ്ച്മെന്റ് പോരാ, സ്ഥായിയായ സ്ഥിരമായ സംവിധാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് UDF ആണ് ഭരിക്കുന്നത്. UDFനെ അധികാരത്തിലേറ്റാൻ ഏറെ പണിപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നോർക്കണം. MSFനെ കാണാനേ ഇല്ല. പിന്നീട് സമരത്തിലുള്ളത് SFI ആണ് എന്നത് മറ്റൊരു കാര്യം. അത് അതിന്റെ ഭാഗത്ത് നടക്കട്ടെ. എന്ന് വെച്ചാൽ കേരളത്തിലെ സർവകലാശാല, സ്കൂളുകൾ എല്ലാം കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു. അതിനുവേണ്ടിയുള്ള അരങ്ങൊരുങ്ങുന്നു. അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു UDF സർക്കാർ, മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ തന്നെ. പക്ഷേ മുസ്ലിം ലീഗിന് മൗനം, ഒരക്ഷരം മിണ്ടുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി മൗനം. വലിയ സമരങ്ങളൊക്കെ വെൽഫെയർ പാർട്ടി നടത്തും എന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയും എത്തുന്നില്ല. UDFനെ അധികാരത്തിലേറ്റിയത് തെറ്റായിപ്പോയി എന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ അണികൾ. നേതാക്കളല്ല, അവർക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണം മതി. അണികൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഇത്
അധികകാലം മുന്നോട്ട് പോകില്ല. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ സമരങ്ങൾ വരും ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരും. അതിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, കേരളത്തിലെ സർക്കാർ ജനകീയ സർക്കാർ എന്നൊക്കെ പറഞ്ഞാണ് അധികാരമേറ്റത് എങ്കിലും കേരളം ഭരിക്കുന്നത് BJP സർക്കാരാണ്, BJPയുടെ അജണ്ടകൾ നടപ്പാക്കുന്ന സർക്കാരാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്.